ഹെയർ ഫോളൊക്കെ ഉള്ളവർ ദാ ഈ ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ. ഡെയിലി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഡുവാണ് കേട്ടോ ഇത്. ഇതിന് മെയിനായിട്ട് വേണ്ടത് കറുത്ത എള്ള്, വെളുത്ത എള്ള്, പിന്നെ നമ്മുടെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ നട്ട്സ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ആണുള്ളത് അതെടുത്താൽ മതി. ഞാനിവിടെ ബദാമും കാഷ്യൂനട്ടും പീനട്ടും പിന്നെ അതുപോലെ തന്നെ വാൾനട്ടും എടുക്കുന്നുണ്ട്. പിന്നെ സീഡ്സ് ആയിട്ട് പംകിൻ സീഡും നമ്മുടെ സൺഫ്ലവർ സീഡും കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാമേ. ഇതിൻ്റെയൊക്കെ ചൂട് പോയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. എള്ളിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. കുറച്ചിങ്ങനെ തരിതരി പോലെ കിടക്കണം കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ചിരികിയ തേങ്ങയും കരിയപ്പലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ. ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലോട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതുപോലെ ആക്കി എടുക്കാമേ. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഡേറ്റ്സിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഈ മിക്സിലോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാമേ. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിന് ഇത് കുഴച്ചെടുക്കാം. ഒരു ബോൾ പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഇതൊരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ചേക്കാം. ഒരു 1-2 മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഡെയിലി ഇത് കഴിക്കുകയാണെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളൊരു ലഡുവാണ്. എല്ലാവർക്കും ഇത് കഴിക്കാമേ. കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയ ആളുകൾക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ കാണാമേ. ബൈ.